സുവിസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ വന്നു നമ്മുടെ കാറ്. ഞാനും നിങ്ങളുടെ കൂടെ ഇപ്പോഴാണ് കേട്ടോ നമ്മുടെ വണ്ടി കാണുന്നത്. ഞാൻ ഇതിൻ്റെ ചേട്ടൻ വണ്ടി നോക്കാൻ വന്ന സമയത്ത് ഷോറൂമിലേക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ടൈമാണ് ഞാനും നിങ്ങളുടെ ഒപ്പം തന്നെ ആയിട്ടാണ് നമ്മുടെ കാറ് കാണുന്നത്. അപ്പോൾ നമ്മൾ വൈറ്റ് കളറ് സ്കോഡയുടെ കുഷാക്ക് എന്ന് പറയുന്ന മോഡൽ വണ്ടിയാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം. നിങ്ങളുടെ പോലെ നിങ്ങൾ തരുന്ന സപ്പോർട്ടിനും എല്ലാത്തിനും ഒരുപാട് നന്ദി. ദൈവത്തിനോടും നിങ്ങളോടും എല്ലാവരോടും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോടും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മുടെ വണ്ടി നമുക്ക് കാണാം. അപ്പോൾ ഈ നീല കളറ് ഷർട്ടിയുടെ ചേട്ടനാണ് കേട്ടോ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ചേട്ടൻ്റെ പേരെന്താണെന്ന് ഞാൻ മറന്നുപോയി. അപ്പോൾ ഒത്തിരി എന്താ പറയേണ്ടത് എനിക്കറിയില്ല. അത്രയ്ക്കധികം സന്തോഷമുണ്ട്. നമുക്ക് വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഒരു പുതിയ വണ്ടി എടുക്കുന്നത്. നമുക്കുണ്ടായിരുന്ന വണ്ടി 2 വണ്ടി ഉണ്ടായിരുന്നു. അത് 2 സെക്കൻഡ് ഹാൻഡാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിള്ളേരും ഞാനും എല്ലാം കൂടിയിട്ട് ഇപ്പോഴാണ് നമ്മുടെ വണ്ടി കാണുന്നത്. അപ്പോൾ പിള്ളേർക്ക് അവരൊരു സ്വീറ്റ് ബോക്സൊക്കെ കൊടുത്തു. അപ്പോൾ ഒരുപാട് സന്തോഷം. അവർക്ക് ഇരട്ടിയായി. മിഠായി കാണുമ്പോൾ കുട്ടികൾക്ക് എങ്ങനെയായാലും ഒത്തിരി സന്തോഷം കൂടുമല്ലോ. അപ്പോൾ അങ്ങനെ അവർ വണ്ടിയൊക്കെ നമുക്ക് ഡെലിവറി ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിനെ പറ്റിയിട്ട് നമ്മുടെ വണ്ടീനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങളെല്ലാം തന്നെ ചേട്ടന്മാർ 2 പേരും കൂടിയിട്ട് ചേട്ടന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെയാണ് അത് പുതിയ ഒരു വണ്ടിയാകുമ്പോൾ നമ്മൾ ഇതുവരെ ഉപയോഗിക്കാത്തൊരു ടൈപ്പ് മോഡൽ വണ്ടിയാണല്ലോ. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും വണ്ടീനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം അന്ന് വന്നപ്പോൾ അവരെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് അവർ ഒന്നും കൂടെ എന്താണെന്നുള്ളതും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. അപ്പോൾ സൺറൂഫ് തുറക്കാനുള്ള തിക്കും തിരക്കിലാണ് 2 പേരും കൂടിയിട്ട്. അപ്പോൾ അച്ഛൻ ഉണ്ടായിരുന്നു. അച്ഛനും ഞങ്ങൾ മാത്രമാണ് പോയിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ ആരുടെ അടുത്തും ഇന്ന് വണ്ടി കിട്ടും എന്നുള്ള കാര്യം നമ്മൾ ആരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഒരു സർപ്രൈസ് പോലെ കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്താ പറയുക, വണ്ടി എടുക്കാൻ പോവാന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിൽ കൂടിയും ഇന്ന ദിവസം നമുക്ക് ഡെലിവറി കിട്ടും എന്നുള്ള കാര്യം നമ്മൾ ആരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അച്ഛൻ്റെ അടുത്ത് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അച്ഛൻ മാത്രം നമ്മുടെ വീഡിയോയിൽ വന്നിരിക്കണത് കേട്ടോ, നമ്മുടെ കൂടെ വന്നിരിക്കണത്. അങ്ങനെ നമ്മുടെ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കുകയാണ്. നല്ല മഴയുണ്ട്. മഴ ഒരു അനുഗ്രഹമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതങ്ങനെ തന്നെ ആവട്ടെ. ഇനിയുള്ള നമ്മുടെ യാത്രയിലും നല്ലൊരു സന്തോഷം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് നമ്മൾ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ്റെ വണ്ടിയിൽ തന്നെ തിരിച്ച് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം വേറെ വണ്ടി എടുക്കാൻ വേറെ ആരും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടിയായിട്ട് പോവാണ് കേട്ടോ. സൺറൂഫ് തുറക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. ഭയങ്കര സന്തോഷം അല്ലേ? നമ്മള് വണ്ടി ഉണ്ടായിരുന്നു, നമുക്ക് കാർ ഉണ്ടായിരുന്നെങ്കിൽ കൂടി നമ്മളത് സെക്കൻഡ് ഹാൻഡ് ഒക്കെ ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ് നമ്മൾ പുതിയൊരു വണ്ടി എടുക്കണത് അല്ലേ? ഷോറൂമിൽ നിന്ന് ഡെലിവറി ഒക്കെ മേടിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള സന്തോഷം. അവിടുന്ന് വണ്ടി വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ കൂടുതൽ വിവരങ്ങളൊക്കെ നമ്മുടെ വീഡിയോസ് ആയിട്ട് വരുന്നത് നമ്മുടെ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പെട്രോൾ അടിച്ചിട്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. പെട്രോൾ അടിക്കാനായിട്ട് പമ്പിൽ കയറിയപ്പോൾ നല്ല തിരക്കായിരുന്നു. രക്ഷയില്ലാത്ത തിരക്കായിരുന്നു. ഒന്നാമത് മഴയുണ്ട്. അപ്പം അതിൻ്റെ കൂടെയാണല്ലോ അത്. ഓടിച്ചിട്ട് ഇതും വൈബ് വേറെയാണ്. മഴ ഇപ്പോഴും നിന്നിട്ടില്ല. നല്ല മഴ. നമ്മള് കിയയുടെ ഷോറൂമിന്റെ മുന്നിൽ പോണു. കീ എടുത്തില്ല. സിട്രോൺ ഇവിടെ അല്ല, ഏത് വണ്ടി വേണമെങ്കിലും കിട്ടൂട്ടാ. മാത്രം പോരാ, പൈസയും കൂടെ വേണം. പൈസയൊന്നും വേണ്ട, കുറച്ച് ഒപ്പിട്ട് കൊടുത്താൽ. അപ്പൊ ഇപ്പൊ സമയം 6 മണിയായില്ല കേട്ടാ. അപ്പൊ ഞങ്ങൾ എന്തായാലും ഒരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ ചായ കുടിച്ചിട്ട് ഇനിയിപ്പോ വീട്ടിലേക്ക് പോവാന്ന് വിചാരിച്ചു. അതന്നെ, അത് ചായ കുടിക്കാത്തോണ്ടാണ്. ചായ കുടിച്ചില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഞങ്ങള് ഫാമിലിക്ക് മൊത്തം
ചേട്ടൻ ഫുഡും കഴിച്ചിട്ടില്ല, ഉച്ചയ്ക്ക് കഴിച്ചിട്ടില്ല. ചേട്ടൻ ഇന്ന് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. നമ്മുടെ 2 സൈഡിൽ നിന്ന് വാർക്കയായിരുന്നു. ഒല്ലൂരുള്ളൊരു ഹോട്ടലിലാണ് നമ്മൾ ചായ കുടിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം 6 മണി 6:30 ആവാറായിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ആ സമയമായതുകൊണ്ട് കടികളൊക്കെ തീർന്നപ്പോൾ ജസ്റ്റ് 2 പഴംപൊരിയും അതേപോലെ ഒരു ഉഴുന്നുവടയാണ് ഉണ്ടായിരുന്നുണ്ടായത്. അപ്പോൾ അക്കുണിന് പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അക്കുണ് വേഗം പഴംപൊരി എടുത്ത് കഴിച്ചു. കല്ലുവിന് പഴംപൊരി ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞങ്ങള് ചായ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ അങ്ങനെ നമ്മൾ നമ്മുടെ തൈക്കാട്ടുശ്ശേരി എത്തി അല്ലേ? നമ്മുടെ തേക്കാട്ടുശ്ശേരിയില് നമ്മുടെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൂടുതൽ ഹെൽപ്പ് ചെയ്ത് നമ്മുടെ പ്രതീക്ഷയാണ് കേട്ടോ. പ്രതീക്ഷ ഇങ്ങനെ വണ്ടീനെ കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ അറിയുന്ന ആളാണ്. അപ്പം അവനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പ്ലാനിൽ ആദ്യം ഈ വണ്ടി ഉണ്ടായിരുന്നില്ല. പിന്നെ സനീപും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രതീക്ഷൻ്റെ ഒരു ഫ്രണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര പെർഫോമൻസ്. ആളൊരു 7 വണ്ടിയോളം ഓടിപ്പിച്ച് നോക്കിയിട്ടാണ് ഇത് എടുത്തത്. അപ്പോൾ അങ്ങനെ ഇഷ്ടമായിട്ടാണ് ഞാൻ പോയി നോക്കിയത്. അപ്പോൾ പോയി നോക്കി വലിയ കുഴപ്പമില്ല, ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വണ്ടി സെലക്ട് ചെയ്തത്. നമ്മുടെ വീടിൻ്റെ വഴി ഇറങ്ങാണ് കേട്ടോ. ഒത്തിരി സന്തോഷമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ എന്താ പറയേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല. അപ്പോൾ അവിടെ നമ്മുടെ വീട്ടിൽ അച്ചുവിൻ്റെ ഒരു വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് ഇടാനായിട്ട് സ്ഥലമുണ്ട് നമുക്ക്. അപ്പോൾ അവിടേക്ക് വണ്ടി കയറ്റിടാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്താ പറയുക, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതേപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്ന് വെച്ചിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മളെക്കാട്ടിയും കൂടുതൽ സന്തോഷം പിള്ളേർക്കാണ്. പിള്ളേർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും വണ്ടി അതേപോലെ എന്തൊരു സാധനം പുതിയതായിട്ട് കിട്ടുമ്പോൾ ഒത്തിരി സന്തോഷം കൂടുതലാണല്ലോ. അപ്പോൾ അതേപോലെ തന്നെയാണ് അവർ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അക്കുണിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സംശയങ്ങൾ തീരണില്ല. അച്ഛ ഇതെന്തിനാ, അച്ഛ അതെന്തിനാ, അങ്ങനെയുള്ള കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സീറ്റ് ഇങ്ങനെ മറയ്ക്കാൻ പറ്റില്ലല്ലോ, നമ്മുടെ ആ വണ്ടിയിൽ സീറ്റ് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആളിങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കല്യാണി എപ്പോഴേക്കും മിഠായിയുടെ ബോക്സ് അതിൽ നിന്ന് വേഗം എടുക്കാനുള്ള തിരക്കിൽ വേഗം പോയിട്ട് അതൊക്കെ എടുത്തിട്ട് വരികയാണ് കേട്ടോ. അപ്പം വീട്ടിൽ വന്നപ്പോൾ അവർ വേഗം തന്നെ മിഠായി പിന്നെ എല്ലാവർക്കും കൊടുക്കാനും ആയിട്ടുള്ള ഒരു തിക്കും തിരക്കും. പിള്ളേരാകുമ്പോൾ അറിയാമല്ലോ, അവർക്ക് എങ്ങനെയാണ് ആ സന്തോഷം പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയാത്ത ഒരു ഇതിലാണ് അവർ നിൽക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ തന്നെ ഞങ്ങൾ വീട്ടിലെത്തിയ എല്ലാവർക്കും. അപ്പോൾ അതിൻ്റെ കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വണ്ടിയിൽ വെക്കേണ്ടതും അതേപോലെ തന്നെ നമുക്ക് എടുത്ത് വെക്കേണ്ടതായിട്ടുള്ള പേപ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ വന്നിട്ട് വേഗം വണ്ടി നോക്കുകയാണ്. ഏതാണ് വണ്ടി? ഇന്നോവയാണെന്നാണ് അച്ഛൻ ചോദിച്ചത്. കാരണം അച്ഛന് വലിപ്പം കണ്ടപ്പോൾ നമ്മൾ സാധാ കാറായിരുന്നല്ലോ മുന്നേ, അപ്പോൾ ഇത്തിരി വലിപ്പമുള്ള കണ്ട് അച്ഛൻ വന്നിട്ട് ചോദിച്ചത് ഇന്നോവയാണോ എന്ന് ചോദിച്ചപ്പോൾ ഇന്നോവയല്ല, നമ്മുടെ ഈ വണ്ടിയാന്നൊക്കെ പറഞ്ഞ അച്ഛന് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് വേഗം തന്നെ വീട്ടിൽ വന്ന് കുറച്ച് നേരം നിന്നിട്ട് വേഗം തന്നെ നമ്മൾ മാപ്രാണത്തേക്ക് പോകണേട്ടോ. അവിടെ അമ്മേൻ്റെ അടുത്ത് വണ്ടി ഇന്ന് കിട്ടുന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല, അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർക്കെല്ലാവർക്കും ഒരു സർപ്രൈസ് അല്ലേ? അപ്പോൾ അതിന് നാളെ അവർക്ക് സ്കൂളില്ല, നാളെ മൊഹറായതുകൊണ്ട് മുടക്കാണ്. മഴയില്ല, സൺറൂഫിൽ നിൽക്കാറാണ്. മെഡിക്കൽ ഷോപ്പിൽ നിർത്തണേ. അടച്ചിട്, അവിടെ എത്തുമ്പോ തുറക്കാം. നല്ല രസമുണ്ട്. ഞങ്ങളപ്പോൾ വീട്ടിലേക്ക് പോണ വഴിക്ക് എന്തായാലും ചിലവ് ചെയ്യണമല്ലോ, അത് കാരണം കൊണ്ട് ഞങ്ങൾ മന്തി മേടിച്ചിട്ട് എന്തായാലും വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഒല്ലൂരത്തെ സൂഫി മന്തിന്ന് അടിപൊളി മന്തിയാണ് ഇവിടുത്തെ. ഇവിടെ നിന്ന് മന്തി മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ചേട്ടൻ ഓർഡർ ചെയ്തിട്ടുണ്ടാവും മുന്നേ? ഓർഡർ ചെയ്തെങ്കിൽ സുഖം. മുന്നേ നമ്മൾ ഫോൺ വിളിച്ചിട്ട് ഓർഡർ ചെയ്ത് വരികയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ടൈം പറയാം. അപ്പോൾ ആ ടൈമിന് നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം കിട്ടും. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഓർഡർ ചെയ്ത് അപ്പോൾ നമുക്കൊരു ടോക്കൺ നമ്പർ കിട്ടും. അപ്പോൾ ആ ടോക്കൺ മേടിച്ചിട്ട് നമുക്ക് വാങ്ങിയിട്ട് പിന്നെ പോവാം. അങ്ങനെ നമ്മൾ വണ്ടിയും കൊണ്ട് നമ്മൾ മാപ്രാണത്തേക്ക് വന്നു. അപ്പോൾ അവരെല്ലാവരും അച്ചു ചെന്നിട്ട് പറഞ്ഞു വണ്ടി ഇന്ന് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ചു വിളിച്ചു, നീ ഇന്ന് വരണുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അന്ന് ഞങ്ങൾ വരാമെന്ന് പറഞ്ഞ് എന്തായാലും പോകുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അമ്മേനെയും മാമനെ ആരെയും വണ്ടിയൊന്നും കാണിച്ചിട്ടൊന്നുമില്ലല്ലോ, ആരും കണ്ടിട്ടുമില്ല.
അപ്പോൾ ഇന്ന് കിട്ടും എന്നുള്ള കാര്യം ആർക്കും അറിയില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ദേ അമ്മ അച്ഛൻ എല്ലാവരും കൂടിയിട്ട് ഉമ്മറത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു നമ്മൾ കാണാനായിട്ട്. അപ്പോൾ മാമൻ ഫസ്റ്റ് തന്നെ നമ്മുടെ വണ്ടി എടുക്കാനായിട്ട് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ മാമൻ ഗൾഫിൽ ഡ്രൈവറായിരുന്നു, ഇവിടെ വണ്ടി ഓടിക്കുക തന്നെയാണ്. അപ്പോൾ ദേ മാമൻ വണ്ടിയൊക്കെ എടുത്ത് ജസ്റ്റ് റൗണ്ട് പോയിട്ട് വരാൻ പറഞ്ഞിട്ട് മാമൻ ദേ വണ്ടിയൊക്കെ എടുത്തിട്ട് പോവാണ്. അപ്പോൾ അതെ മാമ വണ്ടി റൗണ്ട് പോയേക്കാണ്. അപ്പോൾ അമ്മേൻ്റെ അടുത്ത് അമ്മ പറയണേ അപ്പോൾ ഇന്ന് കിട്ടുമെന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ എന്ന് പറയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതല്ലേ സർപ്രൈസ്, മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ സർപ്രൈസ് ആവില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കായിരുന്നു. അപ്പോൾ അതേ മാമ ഒരു റൗണ്ടൊക്കെ പോയി പിടച്ച് വരുന്നുണ്ട്. അവിടെ നിന്ന് നല്ല ലൈറ്റ് നല്ലൊരു ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വണ്ടിക്ക്. നല്ല ഹെഡ് ലൈറ്റ് നല്ല പവറുള്ളതായിരുന്നു. എതിരെ വരുന്ന വണ്ടിയുടെ കണ്ണിലടിച്ചാൽ അല്ലെങ്കിൽ വണ്ടിക്കാരൻ ഓടിക്കുന്ന ആളുടെ കണ്ണിലടിച്ചാൽ എന്താവുമെന്നൊന്നും അറിയില്ല. അപ്പോൾ അത് നല്ല മഴയുണ്ടായിരുന്നു, ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു. അത് കാരണം കൊണ്ട് കല്യാണിക്ക് അക്കുണുവിനും വിഷമം സൺറൂഫിൽ നിൽക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് അവരുടെ ഒരു വിഷമം ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാം ഓക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ മാമ റൗണ്ട് പോയി വന്നിട്ട് അപ്പോൾ അച്ചു വണ്ടി ഓടിച്ച് നോക്കാനായിട്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വണ്ടിയിൽ കയറിയിട്ട് ഒരു റൗണ്ട് കറങ്ങിയിട്ട് വരാമെന്നാണ്. അപ്പോൾ ഞങ്ങൾ കോന്തിലം പടത്തിൻ്റെ അവസ്ഥയ്ക്കാണ് പോയത്. അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ പാടത്ത് വൈബാവുമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് ഞങ്ങൾ ദേ അച്ചും ഞാനും ചേട്ടനും എല്ലാവരും കൂടിയിട്ട് ഒരു റൗണ്ട് കറങ്ങാനായിട്ട് പോയിട്ട് വരിക. എങ്ങനെയുണ്ട് അപ്പോൾ അച്ചുവിനെ ഓടിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അച്ചു ഇങ്ങനെ ഓടിച്ച് അവനിങ്ങനെ വണ്ടികൾ ഓട്ടത്തിനൊക്കെ പോകാറുണ്ട്. അവന് വണ്ടിയുള്ള കാരണം അവൻ ഇടയ്ക്ക് ഇങ്ങനെ കല്യാണോട്ടം അങ്ങനെ ഓട്ടങ്ങളൊക്കെ ഇടയിൽ കിട്ടുമ്പോൾ അതിനൊക്കെ ഓട്ടത്തിന് പോകാറുണ്ട്. അപ്പോൾ ഒരുവിധം ഇടയ്ക്കിടയ്ക്ക് വണ്ടികൾ മാറി മാറി ഉപയോഗിക്കാറുണ്ട് അവൻ. അപ്പോൾ തന്നെ ഇങ്ങനെ പറയുമായിരുന്നു ഓരോ വണ്ടി ഓടിക്കുമ്പോഴത്തെ പ്രത്യേകതകൾ. അപ്പോൾ നമ്മുടെ വണ്ടി ഏതാണെന്നുള്ളതും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്നെക്കാട്ടി നന്നായിട്ട് ചേട്ടനെ അറിയുള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല, ഞാൻ അതിൽ കയറിയിരിക്കുക, നമ്മൾ യാത്ര ചെയ്യാന്നേ ഉള്ളൂ. അത് ഏത് വണ്ടി ആയാലും നമുക്ക് അങ്ങനെ തന്നെയാണ്. അപ്പോൾ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇനിയും വരുന്ന വീഡിയോസിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതേപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ അച്ചുവിൻ്റെ കാറ് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ കൂടെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഈ വണ്ടിക്ക് നാളെ ഓട്ടമുണ്ട്. അപ്പോൾ അവൻ ആ വണ്ടി എടുത്തിട്ട് വീട്ടിലേക്ക് പോകാനായിട്ട് ഞങ്ങളൊരു 10:30-11 മണിയോട് കൂടിയിട്ട് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ നമ്മുടെ കാറിൻ്റെ പുതിയ വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ബൈ.